അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഹോൻചോയും ഇപ്പോൾ ചിരിക്കുകയാണ്. നമ്മളാകട്ടെ രാത്രി മുഴുവൻ ആ ഒരു കുഴിയിലൊക്കെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ആയപ്പോഴത്തേക്കും സോൾജേഴ്സ് നമ്മളെ കാണുകയും രക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി നീ എന്തോരം പേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞതിന് ശേഷം അവനും എവിടെ പോയതായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നു. അതായത് പല കാര്യങ്ങളും അവളും മറന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഹുയെങ്ങും ഇന്റർവ്യൂവിന് വേണ്ടി സോൾ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോവുകയായിരുന്നുവെന്നും അതിനിടയ്ക്കായിരുന്നു അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതെന്നും ഒക്കെ പറയുന്നു. മാത്രമല്ല അവളാകട്ടെ എല്ലാ കാര്യങ്ങളും മറന്നുപോയെന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതെല്ലാം തന്നെ ജൂൺഹോനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അവനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ ഞാൻ മറന്നിരിക്കുകയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ജൂൺഹോനെ കുറിച്ചുള്ള ഓർമ്മകളാകുന്നത്? അത് നമ്മളെ കുറിച്ചുള്ള ഓർമ്മകളല്ല എന്നൊക്കെ വിഷമത്തോടു കൂടി തന്നെ അവനും ചോദിക്കുന്നു. പിന്നീട് വീട്ടിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവനും അവളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അവളും തനിയെ വണ്ടിയിൽ നിന്നുമൊക്കെ ഇറങ്ങുകയാണ്. പക്ഷെ അവളും വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവനായിരുന്നു അവളെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അവൻ പലതവണ അവളെ സഹായിച്ചത് കൊണ്ട് തന്നെ അവന് ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് അവളും പറയുന്നു. അടുത്തതായിട്ട് അവൾ തനിയെ സ്റ്റെപ്പിലൂടെയൊക്കെ മുകളിലേക്ക് കയറി പോവുകയാണ്. യഥാർത്ഥത്തിൽ അവനും അവളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ യാതൊരുവിധത്തിലുള്ള ഹെൽപ്പും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തനിയെ കയറുകയായിരുന്നു അവളും. അവനും അവളെ എടുത്തുകൊണ്ട് കയറാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ നിൽക്കുന്ന സമയത്ത് അവളും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ അവൾ വീഴുന്നതിൽ നിന്നും അവനായിരുന്നു അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനും അവളെ പിടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഗുഡ് ക്യാച്ച് എന്നൊക്കെ പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോഴാകട്ടെ താഴത്തെ നിലയിലേക്കൊക്കെയാണ് അവളെയും അവൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അവളും ദൈവത്തിന് നന്ദി പറയുമ്പോഴത്തേക്കും ദൈവമായിരുന്നില്ല ഞാനായിരുന്നല്ലോ നിന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവനും പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫ്രൈഡ് ചിക്കനും കൂടി അവന് മേടിച്ചു കൊടുക്കാമെന്ന് അവളും ഏൽക്കുകയാണ്. അവൾക്ക് മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവളും അതൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒടുവിലായിട്ട് അവൾ അതൊക്കെ സമ്മതിച്ച് പൈസയൊക്കെ എടുക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പണത്തിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നൊക്കെ അവനും പറയുന്നു. മാത്രമല്ല ആ ഒരു മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് അവളുടെ ബിസിനസ് കാർഡും താഴേക്കൊക്കെ പോവുകയാണ്. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. സാങ്പിലും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാങ്പിലിന്റെ കടയിലെത്തിയ 3 പേരെ അവനും ശ്രദ്ധിക്കുന്നു. അതായത് നമ്മുടെ അങ്കിളും ഹൈജിയും ക്യുങ്ടേക്കുമായിരുന്നു ആ 3 പേർ. എങ്കിൽ പോലും ആ 3 പേരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ അറിയാതെയൊക്കെ വിഷമിച്ചിരിക്കുന്ന സാങ്പിലിന്റെ അടുത്ത് ഇത് ഹോഞ്ചു താമസിക്കുന്ന വീടിന്റെ ഓണർ മാത്രമല്ല ഹോയിങ്ങിന്റെ അങ്കിൾ കൂടിയാണെന്നൊക്കെ വോക്കിനെ കുറിച്ച് ഹൈജിയും പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ക്യുങ്ടേക്കാകട്ടെ ഹോഞ്ചുനെ ഡേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണെന്നും കൂടി പറയുകയാണ്. ഇപ്പോൾ വീട്ടിൽ ഹോഞ്ചുവും ഹോയിങ്ങുമാണ് ഉള്ളതെന്നൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ഹോയിങ്ങിന് ഹോഞ്ചുനെ ഇഷ്ടമായിരുന്നു എന്ന സത്യമൊക്കെ സൺപിൽ മനസ്സിലാക്കുന്നത്. എങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അവന് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹൈജോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഹൈജു അതൊന്നും തന്നെ വിശ്വസിക്കുകയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരുന്നു അവളുടെ അടുത്തൊന്നും അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സാങ്പിലും പറയുന്നു. ഇനി ക്യുങ്ടേക്കാകട്ടെ മീറ്റൊക്കെ കുക്ക് ചെയ്തതിനു ശേഷം കരിഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള ഭാഗങ്ങൾ മാത്രമായിരുന്നു ഹൈജിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയാണ് ഹൈജിയും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഹോയിങ്ങും നീയും തമ്മിൽ ഒട്ടും തന്നെ ചേർച്ചയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ സാങ്പിൽ പറയുമ്പോഴത്തേക്കും മാത്രമായിരുന്നു ഹോയങ് ആയിരുന്നു ഹൈജിയുടെ ഫസ്റ്റ് ലവ് എന്ന സത്യമൊക്കെ അങ്കിളും മനസ്സിലാക്കുന്നത്. എന്തായാലും അവരങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ഹോങ്ചു ബെഡിൽ കിടന്നുറങ്ങുന്നതൊക്കെ കാണിക്കുന്നു. അവൾ കണ്ണു തുറക്കുമ്പോഴാകട്ടെ അവളുടെ മുമ്പിൽ ഹോയിങ് നിൽപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹോയിങ്ങും അവളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അവളെ കിസ് ചെയ്യുന്നതായിട്ടൊക്കെ അവള് സ്വപ്നം കാണുന്നു. എന്തൊക്കെയായാലും ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവൾ സ്വയം പറഞ്ഞതിന് ശേഷം വീട്ടിലേക്കൊക്കെ മടങ്ങി പോകുവാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അത്രയും സ്റ്റെപ്പൊക്കെ കയറി പോകുവാനായിട്ട് അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇഴഞ്ഞൊക്കെ അകത്തേക്ക് കയറി പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും പയ്യെ ഇഴഞ്ഞിഴിഞ്ഞ് ഓരോരോ സ്റ്റെപ്സ് ഒക്കെ കയറുന്ന സമയത്തായിരുന്നു ഹോയങ്ങും മരുന്നും ഫുഡൊക്കെ ആയിട്ട് തിരിച്ചെത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹോയങ്ങും അവളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാകാതെ ഇരുന്നിട്ട് പോലും അവനും അവളെ എടുത്തുകൊണ്ട് അകത്തൊക്കെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇപ്പോഴാകട്ടെ അവൾക്ക് കഴിക്കുവാനായിട്ടുള്ള മരുന്നും ഫുഡും എല്ലാം തന്നെ അവനും നൽകുന്നു. അല്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അധികമൊന്നും കണ്ടുമുട്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഹൈജിക്ക് നിന്നെ ഇഷ്ടമൊന്നും അല്ലായിരുന്നെങ്കിൽ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലും ഞാൻ ഓർക്കുകയില്ലായിരുന്നു. നിന്നെ പൂർണ്ണമായിട്ടും ഞാൻ മറന്നുപോയേനെ. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല, നീ വളരെ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ അവനെ കുറിച്ച് ഹോഞ്ചു പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവനും ചെറിയൊരു വിഷമമൊക്കെ തോന്നിട്ട് പോവുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ഓർത്ത് ഇപ്പോഴും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് അവനും. അങ്ങനെ ഇരിക്കെ ആയിരുന്നു
ജോസഫിന്റെ ഫോൺ കോളൊക്കെ അവനും വരുന്നത്. ജോസഫ് അവന്റെ ക്ലയന്റ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ നിന്റെ ക്ലയന്റ് ആയിട്ടിരിക്കുന്ന ഞാനും നീ എത്രയും വേഗം ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിലും ഇന്ന് നീ ഇവിടേക്ക് എത്തേണ്ടതല്ലായിരുന്നോ എന്നൊക്കെയാണ് ജോസഫും ചോദിക്കുന്നത്. പക്ഷേ നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന ഹോഞ്ചുവിന്റെ വിസിറ്റിംഗ് കാർഡൊക്കെ കാണുന്ന അവനാകട്ടെ ഇനി ഞാൻ വരാനേ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു മറുപടിയൊക്കെ ജോസഫിനും കൊടുക്കുന്നു. ഇപ്പോഴാകട്ടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ജൂൺഹോനെ കാണിക്കുകയാണ്. ജൂൺഹോയും ഹോഞ്ചു ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അനിമയൊക്കെ കണ്ടുകൊണ്ട് ഹോഞ്ചു എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സ് ഒക്കെ നോക്കുന്നു. അങ്ങനെ ഇരിക്കാണ് 4 വർഷം മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. ജൂൺഹോയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടക്കുവാനായിട്ട് പോകുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് അവളും ഓടിയെത്തുന്നു. അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് നിന്ന സമയത്തുണ്ടായിരുന്ന സംഭവമൊക്കെ ആയിരുന്നു ഇതും. അവന് ഫസ്റ്റ് ടൈം ഒരു അവാർഡൊക്കെ കിട്ടിയതിനു ശേഷം നടക്കുന്ന അവന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഇത്. സോ അവളും അവനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് അവിടെ എത്തിയിട്ടൊക്കെ ഉള്ളത്. ഇനി ഇന്റർവ്യൂ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവൻ അവാർഡ് കിട്ടിയ സമയത്ത് ആദ്യം ആരെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നൊരു ചോദ്യമൊക്കെ അവതാരികയും അവന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ ഏതൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും എന്റെ ആദ്യത്തെ ഒരു ഫാൻ ഉണ്ട്. ആ ഫാൻ ആയിരിക്കും എന്റെ ബുക്കുകളൊക്കെ തന്നെ ആദ്യം വായിക്കുക. ഏതൊരു ബുക്കും ഈ ഒരു ലോകം കാണുന്നതിന് മുമ്പായിട്ട് തന്നെ അവളായിരിക്കും കാണുക. ഇത്തവണയും ഈ ബുക്കൊക്കെ എഴുതാൻ നേരത്ത് അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ അവളെ ഞാൻ വിളിച്ചു പറഞ്ഞ സമയത്ത് അവൾ കരയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ കരയേണ്ടിയിരുന്നത്. അവനും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ട് ഇരുന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന ഹോഞ്ചുവിനെ ആയിരുന്നു അവനും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ ഇന്റർവ്യൂ ഒക്കെ അവസാനിച്ച് ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നവരെല്ലാവരും പോയിരിക്കുന്നു. പക്ഷെ ഹോഞ്ചു ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നേരത്തെ ചോദ്യമൊക്കെ ചോദിച്ചോണ്ടിരുന്ന അവതാരിക ആകട്ടെ തിരിച്ചെത്തിയതിനു ശേഷം നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്നൊക്കെ ചൂൺഹോയോട് ചോദിച്ച സമയത്ത് ചൂൺഹോയും ഒന്ന് ഹോഞ്ചുവിനെ നോക്കിയതിനു ശേഷം എനിക്ക് ഇഷ്ടമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ മറുപടി നൽകുന്നു. അപ്പോഴായിരുന്നു അവനും അവളെ ഇഷ്ടമായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആനിമയൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഹോഞ്ചുന്റെ പേരൊക്കെ നോക്കി ഇരിക്കുകയാണ് അവനും. അവന്റെ ഫ്രണ്ടും ഇപ്പോൾ അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഹോഞ്ചുനെ അന്ന് മുഴുവൻ തന്നെ അവൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ ഞാനുമായിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് അവൾക്ക് താല്പര്യമില്ലാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചുൺഹോയും ഇരിക്കുന്നത്. നീ പോകുന്നതിന് മുമ്പായിട്ട് സത്യങ്ങളൊക്കെ അവളുടെ അടുത്ത് തുറന്നു പറയുകയൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഒന്ന് വിഷമിക്കുകയും അതുപോലെ തന്നെ നിന്നെ വീണ്ടും സ്വീകരിക്കുകയും ചെയ്തേനെ. നീ അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതെന്നാണ് ഫ്രണ്ടും പറയുന്നത്. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അവന് പാനിക് അറ്റാക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് തന്നെ അവനും തുടർന്ന് എഴുതുവാനായിട്ടൊന്നും തന്നെ സാധിക്കാതെ പോയി. പക്ഷെ ഓൾറെഡി ഒരുപാട് കോൺട്രാക്ട് ഒക്കെ അവൻ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ആ ഒരു കോൺട്രാക്റ്റുകൾ കാരണം അവന് ശരിക്കും വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. പക്ഷെ അവളാകട്ടെ അവനെ ഏറ്റവും നല്ലൊരു എഴുത്തുകാരനായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ ഒരു സത്യങ്ങളൊക്കെ ഞാൻ അവളോട് പറയുകയായിരുന്നെങ്കിൽ അവളും തളർന്നു പോയേനെ എന്നൊക്കെയാണ് അവനും പറയുന്നത്. എന്തായാലും ആ ഫ്രണ്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹോഞ്ചു നിന്റെ കൂടെ ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ചുൺഹോയും ഒരുപാട് സന്തോഷിക്കുകയാണ്. മാത്രമല്ല ചുൺഹോ ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ അവൻ എഴുതുന്ന കഥകളെല്ലാം തന്നെ ആനിമെ ആക്കണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളും ആനിമെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുവാനായിട്ടും എത്തിയത്. ഇതുവരെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മാറ്റങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കി പഴയതുപോലെ ആകുവാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചൂൺഹോയും പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.